കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിലുണ്ടായ വൻ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു. വീട്ടിലുണ്ടായിരുന്ന മറ്റൊരാളെ കാണാതായിട്ടുണ്ട്. തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ചാലാട് സ്വദേശിയായ മുഹമ്മദ് ആഷാമാണ് മരിച്ചത്. സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണമാണ് വീട്ടിൽ നടന്നതെന്ന് പോലീസ് പറയുന്നു. വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിനെതിരെ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. അനൂപിന്റെ തൊഴിലാളികളാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. കെ വി രാഹുൽ വിവരങ്ങളുമായി നമുക്കിപ്പം ഈ അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, ഇപ്പോഴും ആ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ആ വീട്ടിനടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ? മൃതദേഹാവശിഷ്ടങ്ങൾക്കായുള്ള തെരച്ചിൽ നടക്കുകയാണ്. അതെങ്ങനെ മുന്നോട്ട് പോകുന്നു? അനൂപ് മാലിക്കിനെ കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് പോലീസിന് ലഭ്യമായിട്ടുള്ളത് രാഹുൽ? ഉഗ്രസ്ഫോടനത്തിൽ വീട് തകർന്ന് തരിപ്പണമായതാണ്. അവിടെ ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കല്ലും മണ്ണും മരത്തടികളും ഒക്കെ നീക്കിയുള്ള പരിശോധനയാണ് നടക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. അതായത് സ്ഫോടനത്തിൽ തകർന്ന വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ഒരാളെ കാണാനുണ്ട്. അയാൾ ഇതിനടിയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിധത്തിൽ തിരച്ചിൽ നടക്കുന്നത്. ഇത്രയും മണിക്കൂറായിട്ടും രണ്ടാമനെ ഏതായാലും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ അതോ രാത്രി തന്നെ ഇവിടുന്ന് പോയിരുന്ന തുടങ്ങിയ കാര്യങ്ങളും പോലീസ് അന്വേഷിച്ച് വരികയാണ്. ഏതായാലും ഇവിടെ നടന്ന പരിശോധനയിൽ ഈ സ്ഫോടക വസ്തുക്കൾ, ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പല സാമഗ്രികളും ഒക്കെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഫോറൻസിക് സംഘവും ബോംബ് സ്ക്വാഡും പോലീസും എല്ലാം ചേർന്നുകൊണ്ട് വിശദമായ പരിശോധനയാണ് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഏതായാലും വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തന്നെ തകർന്നുപോയി. അതായത് ഓടുമേഞ്ഞ സ്ഥലം ആണ്. ആ ഭാഗം പൂർണ്ണമായും തകർന്നു വീണു. കോൺക്രീറ്റ് ചെയ്ത ഒരു ഭാഗമുണ്ട്. അതുമാത്രമാണ് തകരാതെ അവശേഷിച്ചിട്ടുള്ളത്. പുലർച്ചെ 1:50 ഈ അപകടം സംഭവിക്കുന്നത്. കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ആളുകൾ തന്നെ ഈ ഉഗ്രശേഷിയുള്ള ഈ സ്ഫോടന ശബ്ദം കേട്ടിരുന്നു എന്നതാണ്. ഈ വീടിന് മാത്രമല്ല, തൊട്ടടുത്ത് നിരവധി വീടുകളുള്ള ജനവാസ മേഖലയാണ്. അങ്ങനെ ഒട്ടനവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. ജനൽ ചില്ലുകളും വാതിലുകളും ഒക്കെ തന്നെ തകർന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെയാണ് ഈ വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക് എന്നയാളെ കുറിച്ചുള്ള വിവരങ്ങൾ. അയാൾക്കെതിരെ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരമാണ് നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇത് ആദ്യ തവണയല്ല ഇയാൾ ഈ വിധത്തിൽ കേസിൽ പ്രതിയാകുന്നത് എന്നതുകൂടിയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. 7 കേസുകളാണ് ഇതിനകം തന്നെ ഇയാൾക്കെതിരെ ഉള്ളത്. 2016 സമാനമായി ഇതേ രീതിയിൽ തന്നെ ഒരു സ്ഫോടനം കണ്ണൂർ പുഴാതിയിലുള്ള സ്ഥലത്ത് സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വെക്കുന്ന സ്ഥലത്ത് ഉണ്ടായി. ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തതാണ്. അതേ ആൾ തന്നെയാണ് ഈ കേസിലും പിന്നീട് ഈ വിധത്തിൽ തന്നെ സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണമൊക്കെ നടത്തി വന്നിട്ടുള്ളത്. പോലീസ് ഏതായാലും ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത് ഉത്സവങ്ങൾക്കൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ ഉണ്ടാക്കിയിട്ടുള്ള സ്ഫോടക വസ്തുക്കളാകാം എന്നുള്ളതാണ്. അതായത് വെടിക്കെട്ടിൻ്റെയൊക്കെ ഭാഗമായി വളരെ ഉച്ചത്തിലുള്ള പടക്കം സ്ഫോടക വസ്തുക്കൾ പൊട്ടിക്കാറുണ്ട്. അവ ഉണ്ടാക്കിയെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. രാഹുൽ, നമുക്ക് അവിടെ നിന്ന് ലഭ്യമാക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴും മണ്ണുമാന്തി യന്ത്രമൊക്കെ ഉപയോഗിച്ച് തകർന്നു കിടക്കുന്ന വീട്ടിനടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരാൾ മിസ്സിംഗ് ആണ്, ഒരു തൊഴിലാളി മിസ്സിംഗ് ആണ്. പക്ഷേ അത് ആരാണെന്നോ പേര് വിവരങ്ങളൊന്നും ഇപ്പോഴും ലഭ്യമായിട്ടില്ല.